ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ ഇത്രയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. അതെ, ഈ കാണുമ്പോഴുള്ള എഴുന്നേൽക്കലൊന്നും ഇനി ശരിയാവില്ല. എല്ലാരും അവിടെ ഇരുന്നേ. ഇരിക്കെ. മോളെ നന്ദിനി, ഈ കുടുംബത്ത് ആദ്യമായിട്ടായി ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത്. സത്യം പറഞ്ഞ എന്റെ മക്കളും കൂടി കൂടെ വന്നിരിക്കേണ്ടതാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തീയും പുകയും ഏറ്റ അവര് വാടിപ്പോവും. നാട്ടിൻ പുറത്തെ പഴയ കഥകൾ ഞാൻ പറയുന്നത് തന്നെ അവര് ബോറടിച്ചോണ്ടാ കേട്ടിരിക്കാറുള്ളത്. അത്തരക്കാരോട് ഞാൻ പറഞ്ഞിട്ട് എന്താ, അല്ലേ സുദേവ? അവര് വളർന്ന രീതി അങ്ങനെയല്ലേ സാറേ? ആ, നിങ്ങൾ അവിടെ ഇരിക്കേ, ഞാൻ സംസാരിച്ചോളാം. ഇരിക്കെ. പലഹാരത്തിന് മണം കിട്ടി അവിടുന്ന്, അല്ലേ? വാടോ, ഇന്നത്തെ ദിവസം എല്ലാം മറന്നിട്ട് അവരുടെ കൂടെ കൂടാം. എന്ത് രസമല്ലേ നാട്ടുമ്പുറത്തെ കഥകളൊക്കെ പറഞ്ഞ് നേരം വെളുക്കുന്നത് വരെ ഇരിക്കാന്നൊക്കെ പറഞ്ഞ. എനിക്ക് ഭ്രാന്തില്ല. ഇന്നലെ വരെ ഒരുപാട് വലിയ വലിയ മനുഷ്യര് വന്നു കയറിയിരുന്ന വീടാ. ഇപ്പോ ഇത് ചന്തയുടെ സ്ഥാനാ. ചന്തയുടെ ബന്ധുക്കളെയും കുട്ടികൾ അടുപ്പ് വെച്ച് പലഹാരം ഉണ്ടാക്കി നിങ്ങളെന്താ തെരുവ് വെച്ചടത്തിനും ഇറങ്ങാൻ പോവാണ്.